അപ്പം പെരുന്നാൾ തലേന്നാണ് കേട്ടോ ഇന്ന്. അപ്പം ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇടുകയാണ്. അതേപോലെ തെക്കുബീറൊക്കെ ചൊല്ലി പെരുന്നാൾ മൈലാഞ്ചിയൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഡിസൈൻ സെലക്ട് ചെയ്ത് കൊടുത്ത് നീനും ഇങ്ങനെ ഇട്ട് തരികയാണ്. അങ്ങനെ നമ്മൾ തെക്ബീറൊക്കെ ചൊല്ലി മൈലാഞ്ചിടൽ പരിപാടിയിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കൊക്കെ ഇടുന്നത് നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ എനിക്കൊരു അസുഖമുണ്ട്, ഈ മൈലാഞ്ചി ഇടുമ്പോൾ മാത്രം കുറച്ചധികം ചൊറി ഇങ്ങനെ വരും. കാരണം ഞാൻ കൊതുക് ഇങ്ങനെ കടിക്കും മൈലാഞ്ചി ഇടുമ്പോൾ അധികം കേട്ടോ. അങ്ങനെ നമ്മൾ 2 കയ്യിലും ഇടുകയാണ് മൈലാഞ്ചി. അങ്ങനെ ഞാൻ അതിനെങ്ങനെ ഒരുപാട് നേരം ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ അടുത്ത കൈ എത്തി. പിന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട് നമ്മൾ കിടന്നുറങ്ങിട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റോ. പിന്നെ അത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതുമായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ റൂമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്കും ഇതേ ഇവിടെ ബിരിയാണിയുടെ ഓരോ സംഭവങ്ങൾ തയ്യാറാക്കുകയാണ്. ബിരിയാണിയുടെ മസാല ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ എൻ്റെ അമ്മച്ചി. അപ്പോൾ ഇതേ ഇതുപോലത്തെ ഉള്ളിയൊക്കെ ഇങ്ങനെ വാട്ടുകയാണ്. കാണാൻ തന്നെ നല്ല മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മണം കേട്ടിട്ട് ഞാനിങ്ങോട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ അവിടെ ഫ്രൈ ആയി നിൽക്കുന്നുണ്ട് കണ്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആയി. നമ്മുടെ ചോറ് ദേ ഇതുപോലെ പായസം ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ കിച്ചണിൽ കുറച്ച് നേരമൊക്കെ ഞാൻ മണം ആസ്വദിച്ച് നിന്നു. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ലുക്ക് ഗായ്സ്. അപ്പോൾ ഭംഗിയുണ്ടോ ഇല്ലേ എന്ന് പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ് പറയണത്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെറും കുറച്ച് ഷോ ഇറക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എൻ്റെ ഡ്രസ്സ്. അപ്പം ഇങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു പാൻറ്റും പിന്നെ ഒരു ടീഷർട്ടും അതേപോലെ നമ്മുടെ ഹെയർ ബാൻഡും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ കുറച്ച് നേരം വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നിട്ടോ. പിന്നെ റെൻസു അവിടെ നിന്ന് വന്നു കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഒരു മെഹന്തി ഫൈനല്. അങ്ങനെയായിരുന്നു, ക്യൂട്ടല്ലേ? അങ്ങനെ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ മെഹന്തി. പിന്നെ അതാണ് എൻ്റെ ചെരുപ്പ് പറയണത്. സ്മൈൽ ആയിരുന്നു കേട്ടോ, ഒക്കെ മാച്ചായിപ്പോയി. അങ്ങനെ പിന്നെ ദേ റെൻസു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെൻസുൻ്റെ കൂടെ അവളെ മൈലാഞ്ചി ഇതാണ് കേട്ടോ, അവളെ ഔട്ട്ഫിറ്റും ഇതാണ്. അങ്ങനെ അവളെ മൈലാഞ്ചിയൊക്കെ അവൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കുറച്ച് നിങ്ങൾക്ക് മൈലാഞ്ചിയൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം കളിച്ചൊക്കെ ചെയ്തു. അപ്പോൾ അതേ അവളെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ അവളുടെ പെരുന്നാൾ ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറേ നേരം ഒരുപാട് കളികളൊക്കെ കളിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉള്ളിലോട്ട് പോയിട്ടോ. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചും വന്നു. അങ്ങനെ കുറേ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുറേ കളിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നിടയിൽ പിന്നെ റെൻസും ഇങ്ങനെ ഓടി വന്ന് അങ്ങനെയൊക്കെ കുറേ വീഡിയോ എടുത്തു. എല്ലാവർക്കും നമ്മുടെ വക ഈദ് മുബാറക്. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. This is Ranza means Reha.
പിന്നെ ഞാനൊരു പ്രാവശ്യം അവിടുന്ന് കുറേ ഫോട്ടോ എടുത്ത് ഗാലറി നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ആൺകുട്ടികളൊക്കെ എല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ട്, തൊപ്പിയൊക്കെ ഇട്ട്. പിന്നെ കിച്ചണിൽ ബിരിയാണി റെഡി ആവണുണ്ട് കേട്ടോ. അപ്പം ഞാനും ഫ്രണ്ട്സ് ഇവിടെ ഇങ്ങനെ വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ട് കളിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ പടക്കങ്ങളൊക്കെ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളവിടെ ഇങ്ങനെ കളിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങളും വിചാരിച്ചു നല്ല ശബ്ദം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വിചാരിച്ചു അത്രയ്ക്ക് പടക്കം എവിടുന്നാണ് ഇപ്പോൾ പൊട്ടണത് എന്ന്. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പടക്കത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇരുമ്പാർക്കൊക്കെ പറയുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ ഞാൻ പായസം കുടിച്ചു. അങ്ങനെ പായസമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അപ്പോഴേക്കും പായസം കുടിച്ചപ്പോഴേക്കും പള്ളിയിൽ പോയവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ സേമിയ പായസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഞാനും ഫ്രണ്ട്സും കൂടി അവിടെ കുറച്ച് നേരം സൈക്കിൾ ഒട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ. ഞങ്ങൾക്ക് പിന്നെ പെരുന്നാളല്ലെങ്കിലൊക്കെ സൈക്കിൾ ഓട്ടൽ ഞങ്ങളൊരു വികാരമാണല്ലോ അല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ സൈക്കിൾ ഓട്ടിയിട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ മുറ്റത്ത് സൈക്കിൾ ഓട്ടി കളിച്ചോ. അങ്ങനെ കുറച്ച് നേരം സമയം പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2-3 റൗണ്ട് സൈക്കിൾ ഓട്ടി. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ സമയം പോയിട്ടോ. ഞാനും ഫ്രണ്ട്സും കൂടി ഒരുപാട് നേരം കളിച്ചൊരു പെരുന്നാൾ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ സൈക്കിൾ ഓട്ടലൊക്കെ നിർത്തി. പിന്നെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സാലഡൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫനും ഫ്രണ്ട്സും ഞാനൊക്കെ കുറച്ച് ചിരിച്ചിരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് ടൈം അങ്ങനെ പോയി. അങ്ങനെ മൻസൂൻ്റെ അഭിപ്രായം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നായിരുന്നു. ഫനുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റി ഫുഡ്, യമ്മി ആയിരുന്നു കേട്ടോ. അങ്ങനെ പെരുന്നാൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെ സമയം പോയി. പിന്നെ നമ്മളെ സല്ലൂട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. സല്ലൂട്ടൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അവൻ്റെ ഔട്ട്ഫിറ്റും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇഷ്യൂ ആയിരുന്നു, ഇഷ്യൂൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവനെ കാറിലൊക്കെ കളിപ്പിച്ചു. അങ്ങനെ കുറച്ച് നേരം സല്യൂട്ടനൊക്കെ കളിപ്പിച്ചിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. അങ്ങനെ കുറച്ച് നേരം കളിപ്പിച്ചു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവനിങ്ങനെ ചിരിച്ച് തരും. അങ്ങനെ അവൻ്റെ കുറച്ച് കുസൃതികളൊക്കെ കണ്ട് കുറച്ച് നേരം ടൈം അങ്ങനെ പോയിട്ടോ. ടൈം പോയത് അറിഞ്ഞില്ല. പിന്നെ നമ്മൾ ഐസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പാലൈസ്. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ പാലൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും പെരുന്നാൾ പൈസ ഒക്കെ കിട്ടി. എനിക്ക് കിട്ടി, അതുപോലെ ഇഷുക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാൾ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.